എന്തിനാ മോളെ ഇത്രയും ഡ്രസ്? 3 ദിവസത്തെ കോൺഫറൻസ് അല്ലേ ഉള്ളൂ. രാവിലെയും വൈകുന്നേരം ഓരോ സെഷന് പോകുമ്പോഴും ഓരോ ഡ്രസ് ഇടണം. കൂടുതൽ ഇരിക്കട്ടെ. അതിന് ഞാൻ അവിടെ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു പോരും. അതൊന്നും വേണ്ട. നാഷണൽ ലെവലിലുള്ള സർജൻസ് കോൺഫറൻസാ. 3 ദിവസം അറ്റൻഡ് ചെയ്തിട്ട് പേപ്പറും പ്രസന്റ് ചെയ്തിട്ട് വന്നാ മതി. അയ്യരാ ഭാഗ്യവാൻ. അയ്യര് പറയാറുണ്ട്, ഒരു ദിവസം അയ്യരെ കണ്ടില്ലെങ്കിൽ സുബ്ബമ്മാൾ പൊട്ടിക്കരയെന്ന്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആയില്ല. പൊട്ടിക്കരച്ചില് പോയിട്ട് ഒരു ഗദ്ഗതം പോലും ഇല്ല. എന്തു പറ്റി? ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ വിവാഹം കഴിച്ചത് പ്രശസ്തനായ ഒരു ഡോക്ടറെയാണ്. ഞാൻ കാരണം ആ സൽപ്പേരിനൊരു കുറവ് വരാൻ പാടില്ല. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ആരോരുമില്ലായിരുന്നു എനിക്ക്. നീ ഭാര്യ മാത്രമല്ല, എല്ലാമാണ്. ഇതുവരെ കിട്ടാതിരുന്ന സ്നേഹം ഒരുമിച്ച് കിട്ടിയപ്പോ എനിക്ക് നിന്നെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഡോക്ടർ റോയ് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഭാര്യയുടെ അടുത്ത് ഓടിയെത്തുന്നതാണ്. എന്താ രാവിലെ രണ്ടുപേരും കൂടെ ബഹളം? ഒന്നുമില്ല, ഞാൻ ബോംബെ വരെ ഒന്ന് പോവാ. അപ്പൊ അച്ഛൻ എന്താ രാവിലെ? ഞാന് വെറുതെ ഒന്ന് കയറിയതേ ഉള്ളൂ. ഞാന് എന്നാലേ നീ ഇറങ്ങിക്കോ. കഴിഞ്ഞോ? അങ്ങനൊന്നുമില്ല. ഞാൻ സത്യത്തിൽ റോയി ഒന്ന് കാണാൻ വന്നതാ. പക്ഷെ ഒരു വഴിക്ക് പോവാൻ നിൽക്കുമ്പോ എങ്ങനാ പറയുന്നേ, അതുകൊണ്ട് പറഞ്ഞില്ല. എന്താ അച്ചോ? എനിക്ക് വീണ്ടും ഒരു പെയിൻ ഇടതുവശത്താ. അതിനെന്താ അച്ചോ? ഞാൻ ഹോസ്പിറ്റലിലോട്ടാ. അച്ഛനും പോരെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യാം. ചെക്കപ്പൊക്കെ ചെയ്യാം, പക്ഷെ ഈ കുത്തിവെപ്പ്, ബ്ലഡ് ടെസ്റ്റിംഗ് അതൊന്നും പാടില്ല. No problem, doctor. I will take care of this. Excuse me, doctor. Sure. Yes. Doctor, please have a look at this. ഞാൻ ഷോക്ക്ഡ് ആയിപ്പോയി. See, one kidney is missing. അതിന് ഷോക്ക്ഡ് ആകാനൊന്നുമില്ലല്ലോ. ആരുടെയോ ജീവൻ രക്ഷിക്കാൻ ഒരു വൃക്ക ദാനം ചെയ്ത നല്ല മനസ്സുള്ള ഏതോ ഒരാളുടെ എക്സ്റേ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് കിഡ്നി വിറ്റ ഒരാളുടെ എക്സ്റേ. ഈ 2 കാറ്റഗറിയിലും നമ്മുടെ ഫാദർ പെടില്ലല്ലോ. ഏത് ഫാദർ? ഫാദർ തയ്യൽ, your patient. വെറും ഒരു ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ വിറയ്ക്കുന്ന ഫാദർ ഒരു മേജർ സർജറിക്ക് സമ്മതിച്ചു കാണൂ? തന്നെയല്ല, ഇങ്ങനൊരു ഹിസ്റ്ററി പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. ഫാദർ തയ്യലിൻ്റെതായതുകൊണ്ട് പിന്നെ സംശയിക്കാനൊന്നുമില്ല. ഇതൊരു കോൺജിനറ്റൽ അബ്നോർമാലിറ്റിയാണ്. എന്ന് വെച്ചാൽ ജന്മനാൽ ഒരു കിഡ്നി മാത്രമുള്ള അവസ്ഥ. അതിരിക്കട്ടെ, ഇപ്പൊ എന്താ ഈ എക്സ്റേയും മറ്റും എടുത്ത് നോക്കാൻ? ഇന്ന് രാവിലെ ഫാദർ വന്നിരുന്നു, നല്ല ബാക്ക് പെയിനുമായിട്ട്. ഒരു റൂട്ടീൻ ചെക്ക്. ഏതായാലും ഫാദർ തയ്യൽ എന്റെ പേഷ്യന്റ് അല്ലേ, എന്നെ ഒന്നൊന്ന് കാണാൻ പറയും. ഡോക്ടർ, എക്സ്റേ. ഓ സോറി. നിനക്കെന്തിനാ മോളെ പഴയ സാധനം? ഒന്നുമില്ല. പഴയ എക്സ്റേയും പുതിയ എക്സ്റേയും കൂടി ഒന്ന് കമ്പയർ ചെയ്യണമായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷെ 5-8 കൊല്ലം മുമ്പ് എടുത്തതാ. അപ്പൊ ഈ ആന്തരാവയവങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില തേയ്മാനമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു കൺസിഡറേഷൻ. ഞാൻ വരട്ടെ. അല്ല, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ല. ഡോക്ടർ ആനി ഫാദർ തയ്യലിന്റെ ഓപ്പറേഷന് മുൻപും പിൻപുമുള്ള എക്സ്റേ പരിശോധിക്കുകയാണ്. ഒരു കിഡ്നി മിസ്സായെന്നുള്ള കാര്യം ആനിക്ക് മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ഐ വിൽ മാനേജ്. പുലർച്ചയ്ക്ക് സൈക്കിൾ നന്നാക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറന്നപ്പോ ഹോസ്പിറ്റലാ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കേസ് ഹിസ്റ്ററി വായിച്ച് മനസ്സിലാക്കി. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ആക്സിഡന്റ് കേസിനെ കുറിച്ച് ഒരു റിസർച്ചിലാ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, പുതിയൊരു എക്സ്റേ എടുക്കാൻ എന്നെ അനുവദിക്കണം. വൈ നോട്ട്? യു ആർ വെൽക്കം. താങ്ക് യു. ഹലോ. ഹലോ, ഡോക്ടർ റോയി മാത്യു ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ മിസ്സസ് റോയിയെ വിളി. മിസ്സസ് റോയാണ് സംസാരിക്കുന്നത്. ആരാ? ഞാൻ നിന്റെ കെട്ടിയവൻ മിസ്റ്റർ റോയ്. റോയോ? എവിടുന്നാ? ഞാനിങ്ങെത്തി ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന്. നാളെ വരുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ഞാനിങ്ങ് പോന്നു. നീ ഇല്ലാതെ എന്തോന്ന് കോൺഫറൻസ്. വാട്ട്സ് ലൈഫ് വിതൗട്ട് എ വൈഫ് മൈ ഡിയർ. റോയ് ഇങ്ങ് വേഗം വാ. ഐ ഹാവ് സർപ്രൈസ് ഫോർ യു. ഞാനും വലിയൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. മോളെ എളുപ്പം റെഡിയാകുക, നമുക്കിന്ന് ഡിന്നർ വിളിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, എളുപ്പം വാ. എളുപ്പം വരണമെങ്കിൽ തരാറുള്ളത് വേഗം താ. ഫോണിലൂടെയോ? ഓ റോയ്, വേഗമാകട്ടെ, ഐ എം വെയിറ്റിംഗ്. കിട്ടിയില്ലല്ലോ. ഹലോ ഡോക്ടർ. ഹലോ. ഭാര്യ വിളിക്കാനാ? അല്ല, വല്ലപ്പോഴൊക്കെ ഭാര്യയെ വിളിക്കണ്ടേ? എന്ത്? റോയ്, ഇത്ര വേഗം വന്നോ? റോയ്, 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 വേണ്ട, ഈ സ്ഥിരം കളി വേണ്ട. റോയ്, റോയ്, മതി റോയ്. റോയ്, എനിക്ക് പേടിയാവുന്നു. റോയ്, ഇപ്പൊ കാണിച്ചു തരാം. ഓ റോയ്, ഞാൻ എന്ത് പേടിച്ചെന്നറിയോ?
പോവാം കേട്ടോ. ഹലോ, പോലീസ് കൺട്രോൾ റൂം. ആനി, ആനി. ആളെ തിരിച്ചറിയാം. പറയുന്നില്ല. Can you identify the intruder? പറയുന്നില്ല. ആളെ തിരിച്ചറിയാം. ആനി. ആനി. Annie! 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 What? What? Annie! 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 Annie!
ഡോക്ടറുടെ ലവ് മാരേജ് ആയിരുന്നല്ലേ? അതെ. എൻ്റെ മൈൻ ഓൾസോ വെരി റൊമാൻറ്റിക്. നോ താങ്ക്സ്. ആനിയുടെ ഫാമിലിയുമായിട്ട് ഡോക്ടർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലേ? എപ്പോഴും വീട്ടുകാരാണ് പ്രോബ്ലം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഡോക്ടർ 3 ദിവസത്തെ കോൺഫറൻസിനല്ലേ ബോംബെക്ക് പോയത്? പിന്നെന്താ നേരത്തെ വന്നത്? വീട്ടിൽ എനി പ്രോബ്ലം? എനിക്ക് നിന്നെ കാണണം തോന്നി, ഞാനിങ്ങ് പോന്നു. നീ ഇല്ലാതെ കോൺഫറൻസ്. വാട്ട്സ് ലൈഫ് വിത്തൗട്ട് എ വൈഫ്? മൈ ഗോഡ്. ഇനി ആനിയുടെ പേരിലുള്ള ഹോസ്പിറ്റലും എസ്റ്റേറ്റും എല്ലാം ഡോക്ടർക്കുള്ളതാണ്. ഹി ഈസ് ഗോയിങ് ടു ബി എ റിച്ച് മാൻ. Am I right? നിങ്ങൾ എന്തായി പറയുന്നത്? You are not only a good doctor, നല്ലൊരു ആക്ടർ കൂടിയാണ്. What do you mean? I mean, ആനിയുടെ പേരിലുള്ള സ്വത്തും പണവും സ്വന്തമാക്കാൻ നിങ്ങൾ ആനിയെ കരുതി കൂട്ടി കൊല ചെയ്തു. A well planned murder. See, we have got the proof. ഞാൻ എന്റെ ആനിയെ കൊന്നോ? എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം എന്റെ തലയെ കെട്ടിവെക്കുന്നു. How dare you? ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. I saw him. ഞാൻ അയാളെ കണ്ടു. He was an unarmed man. അവനൊരൊറ്റ കയ്യനാണ്. അയാളാണ് എന്റെ ആനിയെ കൊന്നത്. You can't find him. Please find him. അയാളെ കണ്ടുപിടിക്ക്. My God. അറസ്റ്റ് ചെയ്തു. ഇത് അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ജാമ്യത്തിന് ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. തെളിവുകളെല്ലാം നമുക്കെതിരാണ്. എങ്ങനെയെങ്കിലും ആ ഒറ്റ കൈനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞാൽ. അങ്ങനെ ഒരാൾ റോയിയുടെ വീട്ടിൽ വന്നു പോയതായി യാതൊരു തെളിവുകളും കിട്ടിയിട്ടില്ല. റോയ് വിഷമിക്കണ്ട. വി സ്റ്റാൻഡ് എ ഗുഡ് ചാൻസ് ഇൻ കോർട്ട്. Father.